ഇടുക്കി കണ്ണമ്പടിയിൽ കാട്ടിറച്ചി കടത്തിയെന്ന് ആരോപിച്ച് വനവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ ഉൾപ്പെടെ 10 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനാണ് അനുമതി. 2022 സെപ്റ്റംബർ 20-ാം തീയതിയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഇടുക്കി കണ്ണമ്പടി സ്വദേശി പുത്തൻപുരക്കൽ സരുൺ സജിയെ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. സരുണിൽ നിന്ന് പിടിച്ചെടുത്തത് കാട്ടിറച്ചിയല്ല എന്ന് സ്ഥിരീകരിച്ചതോടെ സംഭവം വിവാദമായി. പിന്നാലെ സർക്കാർ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് CCF നീതുലക്ഷ്മി നടത്തിയ അന്വേഷണത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും റിപ്പോർട്ട് നൽകുകയായിരുന്നു. സരുണിന്റെ പരാതിയിൽ 13 ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുത്തു. എന്നാൽ പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ബന്ധം കേസ് നീണ്ടുപോകുന്നതിന് കാരണമായി. ഇതോടെ ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ, കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി അനിൽകുമാർ ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ബി രാഹുൽ ഒഴികെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം അറസ്റ്റിലാവുകയും റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തു. സരുൺ സജിയുടെ കുടുംബം നൽകിയ പരാതിയുടെയും തുടർ പ്രതിഷേധങ്ങളുടെയും പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കി. 2024 ജനുവരിയിൽ പ്രോസിക്യൂഷൻ അനുമതി തേടി പോലീസ് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ സർക്കാർ തലത്തിൽ നിന്നും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ജനം, ഇടുക്കി.